കേരളത്തിൽ ഇടിമിന്നൽ മൂലമുള്ള അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ്. പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ വൈദ്യുത പ്രവാഹങ്ങളിലൊന്നാണ് ഇടിമിന്നൽ. എന്തുകൊണ്ടാണ് മിന്നൽ അപകടകാരികളാകുന്നതെന്ന് പരിശോധിക്കാം. അന്തരീക്ഷത്തിലെ മേഘങ്ങൾക്കുള്ളിലെ ചലനങ്ങളുടെ ഫലമായാണ് മിന്നൽ സംഭവിക്കുന്നത്. വൈദ്യുത ചാർജ് രൂപപ്പെടൽ മേഘങ്ങൾക്കുള്ളിലെ കാറ്റും ജലത്തുള്ളികളും ഐസ് കഷ്ണങ്ങളും തമ്മിൽ നിരന്തരം കൂട്ടിയിടിക്കുമ്പോഴുള്ള ഫ്രിക്ഷൻ മൂലം സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടാവും. മേഘത്തിന്റെ മുകൾ ഭാഗത്ത് പോസിറ്റീവ് ചാർജും താഴെ നെഗറ്റീവ് ചാർജും കേന്ദ്രീകരിക്കും. മേഘങ്ങൾ തമ്മിലോ മേഘത്തിനുള്ളിലോ അല്ലെങ്കിൽ മേഘവും ഭൂമിയും തമ്മിലോ ചാർജ് കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് മിന്നൽ. ഭൂമിയിലെ പോസിറ്റീവ് ചാർജുള്ള ഭാഗങ്ങളിലേക്ക് മേഘത്തിലെ നെഗറ്റീവ് ചാർജ് അതിവേഗം അന്തരീക്ഷത്തിലൂടെ പ്രവഹിക്കുമ്പോഴാണ് മിന്നൽ പിണരുകൾ ഉണ്ടാകുന്നത്. ഒരു വൻതോതിലുള്ള വൈദ്യുത പ്രവാഹമാണിത്. ഒരു സാധാരണ ഇടിമിന്നലിൽ ഏകദേശം 300 ദശലക്ഷം വോൾട്ട് വരെ വൈദ്യുതി ഉണ്ടാകും. ഇത് മനുഷ്യ ശരീരത്തിലൂടെ കടന്നു പോകുമ്പോൾ ഹൃദയസ്തംഭനം, നാഡീവ്യൂഹത്തിന്റെ തകരാർ, ആന്തരിക അവയവങ്ങൾ വെന്തുപോകൽ എന്നീ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. മിന്നൽ പിണരുകൾ കടന്നു പോകുന്ന വായു പെട്ടെന്ന് ചൂടാകും. ഈ ചൂട് വായുവിനെ പെട്ടെന്ന് വികസിപ്പിക്കുന്നതാണ് ഇടിമുഴക്കമായി നമ്മൾ കേൾക്കുന്നത്. ഈ താപം നേരിട്ടേറ്റാൽ ശരീരം കരിഞ്ഞു പോകുന്ന അവസ്ഥ വരെ സംഭവിക്കും. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഇടിമിന്നൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലൊന്ന് കേരളമാണ്. ഇതിന് പ്രധാനമായും ഭൂമിശാസ്ത്രപരമായ കാരണങ്ങൾ തന്നെയാണ്. പടിഞ്ഞാറ് അറബിക്കടലും പശ്ചിമഘട്ടവും സ്ഥിതി ചെയ്യുന്ന കേരളത്തിന്റെ പ്രത്യേകതയാണ്. കടലിൽ നിന്ന് ഈർപ്പമുള്ള കാറ്റ് സഹ്യാദ്രിയിൽ തട്ടി മുകളിലേക്ക് ഉയരുകയും ഇത് ഇടിമിന്നൽ ഉണ്ടാക്കുന്ന കരിമേഘങ്ങൾ രൂപപ്പെടാൻ കാരണമാവുകയും ചെയ്യും. ആഗോളതാപനം മൂലം അറബിക്കടൽ ചൂടാകുന്നത് അന്തരീക്ഷത്തിലെ ഈർപ്പം വർദ്ധിപ്പിക്കും. ഇത് മിന്നലിന്റെ തീവ്രത വർദ്ധിപ്പിക്കാനും കാരണമാണ്. ഏറ്റവും കൂടുതൽ മിന്നൽ ഉണ്ടാക്കുന്നത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള തുലാവർഷക്കാലത്താണ്. ഉച്ചയ്ക്ക് ശേഷം അന്തരീക്ഷം ചൂടുപിടിച്ച് മേഘങ്ങൾ കുത്തനെ ഉയരുന്ന പ്രതിഭാസം ഇവിടെ കൂടുതലാണ്. കേരളത്തിലെ ഉയർന്ന ജനസാന്ദ്രതയും പച്ചപ്പും കാരണം മിന്നൽ മനുഷ്യരിലേക്കോ വീടുകളിലേക്കോ എത്താനുള്ള സാധ്യതയും കൂടുതലാണ്. സുരക്ഷാ മുൻകരുതലുകൾ വളരെ പ്രധാനമാണ്. മിന്നൽ സമയത്ത് മൈതാനങ്ങളിലോ കുന്നിൻ മുകളിലോ നിൽക്കുന്നത് ഒഴിവാക്കണം. ഉയരമുള്ള വസ്തുക്കളിലാണ് മിന്നൽ ആദ്യം പതിക്കുന്നത്. അതിനാൽ മരച്ചുവട്ടിൽ അഭയം പ്രാപിക്കുന്നത് അപകടമാണ്. ഇടിമിന്നലുള്ളപ്പോൾ TV, ഫ്രിഡ്ജ് തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പ്ലഗ് ഊരിയിടണം. ലാൻഡ് ഫോൺ ഉപയോഗിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇടിമിന്നൽ സമയത്ത് കാറിനുള്ളിലോ ബസ്സിനുള്ളിലോ ഇരിക്കുന്നത് സുരക്ഷിതമാണ്. എന്നാൽ വാഹനത്തിന്റെ ലോഹഭാഗങ്ങളിൽ സ്പർശിക്കരുത്. ഇടിമിന്നൽ സമയത്ത് കുളിക്കാനോ മീൻ പിടിക്കാനോ പോകുന്നതും അപകടം വിളിച്ചു വരുത്തുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം. മിന്നൽ കാണുന്നതും ഇടി കേൾക്കുന്നതും തമ്മിലുള്ള സമയം കുറവാണെങ്കിൽ നിങ്ങൾ അപകട മേഖലയിലാണ് എന്ന് മനസ്സിലാക്കുകയും ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിലേക്ക് മാറുകയും വേണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.